ജനങ്ങൾ കലമ്പലും കലഹവും നിർത്തി, വാങ്ങലും വിൽക്കലും നിർത്തി അവിടെ ഒന്നിച്ചുകൂടി. ഇതൊരു റബ്ബിയാണ്. തീർച്ചയായും അദ്ദേഹം ജെറുസലത്ത് നിന്നാണ് വരുന്നത്. ഇദ്ദേഹം ആരാണ്? എത്ര സുന്ദരമായ രൂപം! ആ സ്വരം കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടില്ലേ? ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന ആളല്ലേ? അങ്ങനെയെങ്കിൽ നമ്മിലൊരാൾ തന്നെ. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ജനം അത്രയും ആ കൊച്ചു കോണിക്ക് ചുറ്റും കൂടി. കോണി ഒരു പ്രസംഗപീഠമായി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങളെ ഞാൻ പരസ്പരം ശത്രുക്കളാക്കും, നിന്നെയും സ്ത്രീയെയും. അവൾ നിന്റെ തല ചവിട്ടിച്ചതയ്ക്കും, നീ അവളുടെ കണക്കാൽ നോക്കി കൊത്തും. വീണ്ടും ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ശിശുവിനെ പ്രസവിക്കുമ്പോൾ നീ വളരെയധികം വേദന സഹിക്കും. ഭൂമിയിൽ മുൾച്ചെടികളും പാഴ്ചെടികളും വളരും. പുരുഷനും സ്ത്രീക്കും സർപ്പത്തിനുമെതിരായി ദൈവം പ്രഖ്യാപിച്ച വിധി ഇതായിരുന്നു: റാഹേലിൻ്റെ ശവകുടീരം കണ്ടു വണങ്ങുന്നതിന് വളരെ അകലെ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. വൈകുന്നേരത്തെ ഇളം കാറ്റിൽ, രാത്രിയിലെ മഞ്ഞുതുള്ളികളിൽ, രാക്കളിയുടെ ശോകാത്മകമായ പ്രഭാതഗീതത്തിൽ റാഹേലിൻ്റെ രോദനം ആവർത്തിക്കപ്പെടുന്നു. ബേത്ലഹേമിലെ അനേകം അമ്മമാർ അവരുടെ ശവകുടീരങ്ങളിൽ അഥവാ അവരുടെ ഹൃദയങ്ങളിൽ ആ രോദനം ആവർത്തിക്കുന്നു. ഭാര്യമാർ മരിച്ച ദുഃഖം മാറ്റില് കൊള്ളുന്നത് ഞാൻ കേൾക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം കരയുകയാണ്. എൻ്റെ നാടായ ബേത്ലഹേമിലെ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കൂ. യൂദയായിലെ പട്ടണങ്ങളിൽ ഏറ്റവും മഹത്തായ പട്ടണമാണ് ബേത്ലഹേം. ഇവിടെ പിശാചിൻ്റെ വിദ്വേഷം ആളിക്കത്തി. കാരണം രക്ഷകൻ പിറന്നത് ഇവിടെയാണ്. ദൈവത്തിൻ്റെ മഹത്വവും അരൂപിയും മാംസമായ അവിടുത്തെ ദേഹവും ബേത്ലഹേമിനെ തൻ്റെ തൊട്ടിലാക്കി. ഞാൻ നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കും, നീയും സ്ത്രീയും. അവൾ നിന്റെ തല ചവിട്ടിച്ചതയ്ക്കും, നീയാകട്ടെ അവളുടെ കണങ്കാൽ നോക്കി ആഞ്ഞുകൊത്തും. കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക എന്നതിനേക്കാൾ വലിയ വിദ്വേഷം ഒരു അമ്മയോട് കാണിക്കാനുണ്ടോ? സ്നേഹമുള്ള ഒരു സ്ത്രീക്ക് ഇതിൽ കവിഞ്ഞൊരു ദുഃഖമുണ്ടോ? രക്ഷകൻ്റെ അമ്മയുടെ പാദത്തേക്കാൾ ശക്തമായ പാദമുണ്ടോ? പരാജിതനായ പിശാച് പ്രതികാരത്തിന് മുതിർന്നത് സ്വാഭാവികം മാത്രം. കണങ്കാലിനല്ല, ഹൃദയത്തിൻ്റെ നേരെയാണ് സർപ്പം ആഞ്ഞുകുത്തിയത്, രക്ഷകൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ. കുട്ടികൾ ജനിച്ച ശേഷം മരണമടയുന്നത് സ്ത്രീയുടെ വേദനകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കുട്ടി ജനിച്ചെങ്കിലും മക്കളില്ലാത്ത അപ്പന്മാരായിരിക്കുക അസഹ്യമാണ്. വിതയ്ക്കുകയും പണിയെടുക്കുകയും ചെയ്തു, പക്ഷേ വിളയില്ല. എങ്കിലും ബേത്ലഹേമേ, നീ സന്തോഷിക്കൂ. നിന്റെ ചോര, നിന്റെ പിറ്റു കുഞ്ഞുങ്ങളുടെ ചോര മിശിഹായുടെ വരവിന് മനോഹരമായ ഒരു പാത ഒരുക്കി. രക്ഷകനെ പറ്റിയും രക്ഷകൻ്റെ അമ്മയെപ്പറ്റിയും സംസാരിച്ചപ്പോൾ ജനക്കൂട്ടം പ്രക്ഷുബ്ധമായി. ജനക്കൂട്ടം നിയന്ത്രണം വിട്ടു പോകുമെന്ന പതനത്തിലായി. ഗുരു, മതി, നമുക്കിവിടെ നിന്ന് പോകാം എന്ന് യൂദാസ് പറഞ്ഞു. ഈശോ യൂദാസ് പറയുന്നത് കൂട്ടാക്കുന്നില്ല. അദ്ദേഹം പ്രസംഗം തുടരുകയാണ്. പിതാവായ ദൈവം മിശിഹായെ സ്വച്ഛാധിപതികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത് ദൈവജനത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടിയാണ്. ഒരു സ്ത്രീയുടെ ചെവി തുളയ്ക്കുന്ന സ്വരം: 5 മക്കളെ പെറ്റവളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു പോലുമില്ല. അയ്യോ കഷ്ടം! പിശാച് ബാധിച്ചവളെ പോലെ അവൾ അലറി. അത് ബഹളത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. വേറൊരു സ്ത്രീ നിലത്ത് വീണുരുണ്ടു. അവർ ധരിച്ചിരുന്ന ഉടുപ്പ് വലിച്ചു കീറി. ഞെട്ട് ഛേദിച്ച് കളഞ്ഞ ഒരു മുല കാട്ടുന്നു. എൻ്റെ ആദ്യജാതനെ അവർ എൻ്റെ മടിയിൽ വെച്ച് വെട്ടിക്കൊന്നു. മുലഞ്ഞെട്ടും കുഞ്ഞിൻ്റെ തലയും ഒന്നിച്ച് വെട്ടുവീഴ്ത്തി. അയ്യോ എൻ്റെ എല്ലീസ്! എൻ്റെ കാര്യമോ? എൻ്റെ കാര്യം എന്തു പറയാനാണ്? രാജകീയമായ എൻ്റെ കൊട്ടാരം അതാ ആ 3 ശവകുടീരങ്ങളാണ്. അതിലപ്പനും എൻ്റെ ഭർത്താവ് 2 മക്കളും ഒന്നിച്ചുറങ്ങുന്നു. അതാ അവിടെ ഒരു രക്ഷകനുണ്ടെങ്കിൽ ഇവരെ ഞങ്ങൾക്ക് മടക്കി തരട്ടെ. ഈശോ കൈ ഉയർത്തി നിശബ്ദരായിരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശാരീരികമായി നിങ്ങൾക്ക് മടക്കിത്തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ലവരായിരിക്കുക, ശാന്തരായിരിക്കുക, ക്ഷമിക്കുക, ആശിക്കുക, പ്രത്യാശയിൽ ആനന്ദിക്കുക. ഒരു കാര്യം സത്യമാണ്, അതിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് താമസിയാതെ നിങ്ങളുടെ കുട്ടികളെ മടക്കി കിട്ടും. അവർ സ്വർഗത്തിൽ മാലാഖമാരെ പോലെ ആയിരിക്കും. കാരണം വിശുദ്ധ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ പോകുകയാണ്. നിങ്ങൾ നീതിപൂർവ്വം പെരുമാറിയാൽ മരണം നിങ്ങൾക്കൊരു പുതിയ ജീവനും പുതിയ സ്നേഹവുമായിരിക്കും. ആഹാ, നിങ്ങളാണോ മിശിഹ? ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം പറയൂ. ഈശോ ഉയർത്തിപ്പിടിച്ച കൈകൾ താഴ്ത്തി
അവിടെ കൂടിയിരിക്കുന്ന ജനത്തെയെല്ലാം ആശ്ലേഷിക്കുന്ന രീതിയിൽ മധുരോദരമായ ഒരു ആംഗ്യം. ഈശോ പറഞ്ഞു, അതെ, ഞാൻ രക്ഷകനാണ്. പോകൂ, ഇവിടെ നിന്നും പോകൂ, ഞങ്ങൾക്ക് ഈ ദുരിതമെല്ലാം വരുത്തിയത് നീയാണ്. ആരോ ഒരു കല്ലെടുത്തെറിഞ്ഞു. എങ്ങും കൂക്കുവിളി. വളരെ പ്രശംസനീയമായ രീതിയിൽ അപ്പോൾ യൂദാസ് പ്രതികരിച്ചു. അയാൾ എപ്പോഴും ഈ രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ഈശോയുടെ മുമ്പിൽ ചാടി വീണു തളത്തിൻ്റെ പൊക്കം കുറഞ്ഞ മതിലിൽ കയറി നിന്ന് മേലങ്കി വിരിച്ച് അശോഭനായി നിന്നു. ഈശോയുടെ നേരെ എറിഞ്ഞ കല്ലുകൾ യൂദാസ് ഇങ്ങനെ തടുത്തു. അയാളുടെ മുഖത്ത് കല്ലുകൊണ്ട് ചോര ഒഴുകുന്നുണ്ട്. ജോണിനോടും സൈമനോടും യൂദാസ് വിളിച്ചു പറഞ്ഞു, ഈശോയെ ഇവിടെ നിന്നും കൊണ്ടുപോകൂ. ആ മരങ്ങൾക്ക് പിറകിലേക്ക് മാറൂ, ഞാൻ വന്നുകൊള്ളാം. ദൈവത്തെ ഓർത്ത് ഉടൻ പോകൂ, ജനക്കൂട്ടത്തോട് അയാൾ വിളിച്ചു പറഞ്ഞു. പേ പിടിച്ച പട്ടികളെ, ഞാൻ ദേവാലയത്തിലെ ആളാണ്. നിങ്ങൾക്കെതിരായി ദേവാലയത്തിനും റൂമിനും പരാതി എഴുതി അയക്കുന്നുണ്ട്. ഇത് കേട്ട ജനം ഒരു നിമിഷം ഭയന്നു നിന്നു. വീണ്ടും കല്ലേറു തുടങ്ങി. ഭാഗ്യത്തിന് കല്ലെറിയാൻ വിദഗ്ധരായിരുന്നില്ല അവർ. യൂദാസിൻ്റെ ദേഹത്ത് കല്ല് വീഴുന്നുണ്ട്. അയാൾ ജനത്തെ ചീത്ത വിളിക്കുന്നുമുണ്ട്. ജനം അവനെ ശപിക്കുന്നുണ്ട്. നേരെ വന്ന് ഒരു കല്ല് പിടിച്ച് അയാൾ തിരിച്ചെറിഞ്ഞു. അത് ചിലച്ചുകൊണ്ടിരുന്ന ഒരു വയസ്സൻ്റെ തലയിൽ വീണു. വയസ്സൻ കൊല്ലാതെ തൂവൽ പറിച്ചാൽ ഒരു ഓരഞ്ഞാലി എങ്ങനെ കരയുമോ അങ്ങനെ കരയുകയാണ്. ജനം യൂദാസ് നിന്നിരുന്ന പീഠത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ താഴെ നിന്നൊരു വൃക്ഷത്തിൻ്റെ കമ്പെടുത്ത് കണ്ണിൽ കണ്ടവരെയെല്ലാം അടിച്ചു. പുറത്തും തലക്കും കയ്യിലും യാതൊരു മയവുമില്ലാതെ അടിച്ചു. ആ സമയം കുറേ പട്ടാളക്കാർ ആ സ്ഥലത്തേക്ക് ഓടി വന്നു. കുന്തം കൊണ്ട് ജനങ്ങളെ തള്ളിമാറ്റി. വഴിയുണ്ടാക്കിയാണ് അവർ വരുന്നത്. നീ ആരാണ്? എന്താണ് ഈ ബഹളം? ഞാനൊരു യൂദയക്കാരനാണ്. ഈ വിവരമില്ലാത്ത പരീക്ഷകൾ എന്നെ ആക്രമിച്ചു. പുരോഹിതന്മാരുടെ ഇടയിൽ എല്ലാവരും അറിയുന്ന ഒരു റബ്ബി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പട്ടികളോട് പ്രസംഗിക്കുകയായിരുന്നു. ഇവറ്റ ക്ഷോഭിച്ച് ഞങ്ങളെ കല്ലെറിയാൻ തുടങ്ങി. നീ ആരാണ്? യൂദാസ് കറിയോത്ത. ഞാൻ ദേവാലയത്തിലെ ഒരാളായിരുന്നു. ഇപ്പോൾ ഗലീലിയക്കാരനായ ഈശോ എന്ന റബ്ബിയുടെ അനുയായിയാണ്. പ്രീശനായ സൈമൻ്റെ സദുക്കായൻ ജോണിൻ്റെയും സൻഹൃദിൻ അംഗം അരിമത്തിയായിലെ ജോസഫിൻ്റെയും സുഹൃത്താണ്. റോമൻ പ്രോകോൺസലിൻ്റെ മിത്രമായ ഏലിയാസബൻ അന്നയും എൻ്റെ സുഹൃത്താണ്. സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കാം. നീ എവിടെ പോകുന്നു? ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കറിയോത്തിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് പോകും. പോയിക്കൊള്ളൂ. ജനം പിറകിൽ നിന്ന് ആക്രമിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. യൂദാസ് പട്ടാളക്കാരന് കുറച്ച് പണം കൊടുക്കുന്നു. നിയമവിരുദ്ധമാണെങ്കിലും ഇതൊരു സാധാരണ സംഭവമാണ്. പട്ടാളക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പണം വാങ്ങുന്നു. അയാൾ യൂദാസിനെ സല്യൂട്ട് ചെയ്യുന്നു, പുഞ്ചിരിക്കുന്നു. യൂദാസ് പ്രസംഗപീഠത്തിൽ നിന്നിറങ്ങി തരിശായി കിടക്കുന്ന പാടങ്ങളിലൂടെ കുറുകെ കടന്ന് തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തുന്നു. നിനക്ക് കാര്യമായി വല്ലതും പറ്റിയോ? ഇതൊന്നുമില്ല, നിസ്സാരം. ഏതായാലും ഗുരുവിന് വേണ്ടിയാണല്ലോ. പക്ഷെ ഞാൻ അവരെ വെറുതെ വിട്ടില്ല. അവർക്കും രണ്ടു കൊടുത്തു. എൻ്റെ ദേഹമത്രയും ചോരയാണ്. മുഖത്ത് ചോര ഒഴുകുന്നുണ്ട്. ജോൺ ഒരു തുണിക്കഷ്ണം നനച്ച് യൂദാസിൻ്റെ കവിൾ തുടയ്ക്കുന്നു. യൂദാസേ, ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നമ്മൾ യൂദയക്കാരാണെന്ന് പറയാൻ നീയാണ് നിർദ്ദേശിച്ചത്. നിന്റെ പ്രായോഗിക ബുദ്ധി. വിവരമില്ലാത്ത മൃഗങ്ങൾ. ഇപ്പോൾ അങ്ങേക്ക് ബോധ്യമായല്ലോ. ഇനി അങ്ങ് അല്ല, എനിക്ക് പേടിയായതുകൊണ്ടല്ല, തൽക്കാലം പ്രയോജനമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് നമ്മെ വേണ്ടെങ്കിൽ വേണ്ട, നാം അവരെ ശപിക്കരുത്. ആ പാവങ്ങൾക്ക് വേണ്ടി, വിവരമില്ലാത്തവർക്ക് വേണ്ടി പട്ടിണി കിടന്ന് മരിച്ചാലും മുമ്പിലിരിക്കുന്ന അപ്പം കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിടണം. അധികം ആൾസഞ്ചാരമില്ലാത്ത ഈ വഴിയെ പോകാം. പറ്റുമെങ്കിൽ ആ ആട്ടിടയന്മാരെ കണ്ടുപിടിക്കണം. ഹിബ്രോണിലേക്ക് പോകുന്ന റോഡിലെത്താം. കുറച്ചുകൂടെ നടന്നാൽ. എന്തിനാണ്? ഇനിയും കൂടുതൽ കല്ലേറ് വാങ്ങാനാണോ? അല്ല, ഞാനിവിടെയുണ്ട് എന്നവരോട് പറയാൻ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും അടികിട്ടും. അങ്ങേക്ക് വേണ്ടി കഴിഞ്ഞ 30 വർഷമായി കഷ്ടപ്പെടുന്നവരാണവർ. അത് നമുക്ക് കാണാം. ഈശോയും സംഘവും വൃക്ഷങ്ങൾ തിങ്ങി വളരുന്നതും തണലുള്ളതുമായ ഒരു ചെറിയ കാട്ടിൽ പ്രവേശിച്ചു. അവർ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും മറയുന്നു.